Good morning. Good morning. Good morning. Good morning, ma'am. Good morning, ma'am. Good morning. Good morning, all. Prayer ആരാണ്? Good morning, ma'am. ഞാനാണ് മാം. Good morning, ma'am. ఎవరితిన్నయ్యా ఎవరితిన్నయ్యి I give it to you, Lord. I give it to you, Lord. And do it thankfully. Ma'am, sign in ഞാനാ പറയുന്നേ. My good morning to everyone. I am Asina. I welcome all to our online class. Let us start to study our class with joy, refreshment, enthusiasm, excitement to learn. Everyone is well attended the class. It seems to be in the curiosity that everyone will be the next class. I also in the same state. Anyway, let's welcome to Miss to class. Today class is conducted by Miss Abarna ma'am. Welcome ma'am. I invite thought to say Miss Anchima Midun. Thank you. Thought of the day. Work hard in silence. Let your success be your noise. Thank you. Okay. അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് വരാണ്. നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത പോർഷൻ ഏതായിരുന്നു? മലേറിയ വരെയാണ് ഡിസ്കസ് ചെയ്തത് അല്ലെ? ഓക്കെ. ദെൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈഫോയിഡ് ആണ് കേട്ടോ. ടൈഫോയിഡ്. ടൈഫോയിഡ് എന്ന് പറയുന്നത് ഇത് സാധാരണയായിട്ട് നമ്മൾ വയറുവേദന, അതേപോലെ തലവേദന, പനി അങ്ങനെയാണ് ആദ്യം ഇതിൽ തുടക്കം എന്ന് പറഞ്ഞാൽ. ചില ആളുകളിൽ റോസ് കളറിലെ സ്പോട്ട് കാണാറുണ്ട്. റെഡ് അല്ല, എന്നാൽ റോസ് കളറിലെ സ്പോട്ട് കാണിച്ചു തരാം ടൈഫോയിഡിന്റെ. ചില ആളുകളിൽ മാത്രമാണ് കാണാറ്, എന്നാലും അതൊരു സിംറ്റമായിട്ട് നമുക്ക് പറയാം. റോസ് കളറിലെ സ്പോട്ട് പോലെ നമുക്ക് കാണാനായിട്ട് പറ്റും. സ്പോട്ട് ഓക്കെ. ഇങ്ങനത്തെ കുറെ സിംറ്റംസ് കാണാറുണ്ട്. കണ്ടോ, റോസ് സ്പോട്ട് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ഇമേജ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പൊ നമ്മള് എന്ത് ചെയ്യണം? കൂടുതലായിട്ട് ഇങ്ങനത്തെ വാട്ടറിലൂടെ, ഡസ്റ്റിലൂടെ ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഈ അസുഖം സ്പ്രെഡ് ആകുന്നത്. നമ്മള് മലിനമായിട്ടുള്ള വെള്ളമോ അല്ലെങ്കിൽ ഭക്ഷണമോ കഴിക്കാതിരിക്കാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കണം. നമ്മളിപ്പോ മലിനമായിട്ടുള്ള വെള്ളമാണ് കുടിക്കണമെങ്കിൽ അതിൽ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡോ കഴിക്കുമ്പോഴാണ് അതെന്ത് ചെയ്യണത്, നമുക്ക് ആ ഒരു അസുഖം വരുന്നത്. സോ നമ്മളത് ശ്രദ്ധിച്ചിട്ട് വേണം. ഫസ്റ്റ് സിംറ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫീവർ വരാറുണ്ട്, അബ്ഡോമൽ പെയിൻ വരാറുണ്ട്, പിന്നെ ഒത്തിരി എന്താ പറയാ കോൺസ്റ്റിപ്പേഷൻ വരാനുള്ള, മലബന്ധം വരാനുള്ള ചാൻസ്. കേൾക്കുന്നില്ല? എന്തേ? ഓക്കെ. കോൺസ്റ്റിപ്പേഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ആ ഒരു അസുഖം ഒരു 3 മുതൽ 4 ആഴ്ച വരെ ഈ ഒരു അസുഖത്തിന്റെ സിംറ്റംസ് നമുക്കിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മള് പേഷ്യന്റിൽ കാണാറുണ്ട്. അപ്പൊ നമ്മള് പിന്നെന്താണ്, ഹെഡ് ഏക്ക്, ബോഡി പെയിൻ പറഞ്ഞില്ലേ, ബ്ലീഡിങ്, ചിലപ്പോ നമ്മൾ ബ്ലീഡിങ് ഒക്കെ കാണാറുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോഷൻസ് ഒക്കെ പോകുന്ന സിറ്റുവേഷനിൽ ബ്ലീഡിങ് ഉണ്ടാവാറുണ്ട്. ലൂസ് മോഷൻ ഒരു സിംറ്റം ആണ്, വോമിറ്റിംഗ് ഒരു സിംറ്റം ആണ്. ലൂസ് മോഷനും വോമിറ്റിംഗ് ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? Dehydration. ഡീഹൈഡ്രേഷൻ സംഭവിക്കും. ഡീഹൈഡ്രേഷൻ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മളുടെ ബോഡിയിലുള്ള വാട്ടറിന്റെ അളവ് കുറയും.
സോ പേഷ്യന്റ് പെട്ടെന്ന് കൊളാപ്സ് ആവാനും ബോധക്ഷയം സംഭവിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യണം, എത്രയും പെട്ടെന്ന്, ഇതിപ്പോ ടൈഫോയിഡ് ആണെന്ന് കണ്ടെത്താൻ ഭയങ്കര പാടാണ്. കാരണം നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്കത് ടൈഫോയിഡ് ആണെന്ന് കണ്ടെത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ സാധാരണ ഏതെങ്കിലും എന്താ പറയാ ഫീവറോ മറ്റേതെങ്കിലും സെയിം സിംറ്റംസ് ആണ്. നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്താലേ നമുക്കത് ബ്ലഡ് ടെസ്റ്റ് യൂറിനൊക്കെ ടെസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്കത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊറോണയുടെ ഒക്കെ സമയത്ത് ക്വാറന്റൈൻ പോലെ നോക്കിയില്ലേ, ഓർമ്മയുണ്ടോ? ക്വാറന്റൈൻ പോലെ തന്നെ പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്യണം. കാരണം മറ്റൊരാളായിട്ട് കോണ്ടാക്റ്റിൽ വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം സ്പ്രെഡ് ആകും, ഒരാളിൽ മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ആകും. പക്ഷെ ഇത് ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്ന വാട്ടർ ഇൻഡസ്ട്രിയിൽ നിന്നാണ്. അപ്പൊ നമ്മൾ മാക്സിമം കോണ്ടാക്റ്റിൽ വരാതിരിക്കാൻ നോക്കുക. കാരണം നമ്മൾ ഒരാൾ യൂസ് ചെയ്യുന്ന ബാത്റൂം തന്നെ മറ്റൊരാൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മളത് ശ്രദ്ധിക്കണം. പിന്നെ കുറച്ച് നാളത്തേക്ക് സിംറ്റംസും ഈ ഫീവറും ഒക്കെ കണ്ടിന്യൂ ചെയ്യും. ഒരു 3 മുതൽ 4 ആഴ്ച വരെയാണ് ഈ സിംറ്റംസ് കണ്ടിന്യൂ ചെയ്യുന്നത്. പിന്നെ ഇതിന് വാക്സിൻ അവൈലബിൾ ആണ്. 80% പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. അപ്പൊ വാക്സിൻസ് എടുത്താണ് ഏറ്റവും നല്ലൊരു സിംറ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ ആരെങ്കിലും കുറിച്ചിട്ട് എന്തെങ്കിലും നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ അടുത്ത്? ഏതെങ്കിലും പേര് പറഞ്ഞിട്ട് ഇന്ന വ്യക്തിനെ കുറിച്ചിട്ട് ഒന്ന് സെർച്ച് ചെയ്തുകൊണ്ട് വരാനോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഇല്ലല്ലോ. No, ma'am. ഓക്കെ, കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇന്ന് ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു വ്യക്തിനെ കുറിച്ചിട്ട് ഒരു സെർച്ച് ചെയ്ത് നോക്കണം. ടൈഫോയിഡ് മേരി എന്നാണ് അവരുടെ പേര്. എന്താണ് ടൈഫോയിഡ് മേരി? ഒരു എന്താ പറയാ, ഒന്നുകൂടി പറഞ്ഞേ മാം. ടൈഫോയിഡ് മേരി. മേരി. ടൈഫോയിഡ് മേരി. ജസ്റ്റ് ഒന്ന് ക്ലിയർ ആവുന്നില്ല, സൗണ്ടിനാണോ പ്രശ്നം? ഇപ്പൊ ക്ലിയർ ആണ് മാം. ഓക്കെ, ടൈഫോയിഡ് മേരി കേട്ടോ. അപ്പൊ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ട് അതിനെ കുറിച്ച് ഒന്ന് ഡീറ്റെയിൽസ് ഒന്ന് നോക്കിയാൽ മതി. യൂട്യൂബിലൊക്കെ അവരെ കുറിച്ച് വീഡിയോസ് ഉണ്ട്. ഈ ഒരു അസുഖം ആ ഒരു സ്ത്രീക്ക് ഓൾറെഡി ഇതിന്റെ ബാക്ടീരിയാസ് ആ ഒരു സ്ത്രീയുടെ ശരീരത്തിലുണ്ട്. പക്ഷെ അവർക്ക് അതിനെ കൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ അവരിൽ നിന്ന് മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ആകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ നാൾക്ക് മുമ്പ് അങ്ങനെ ന്യൂസ് ഒക്കെ വന്നിരുന്നു. അപ്പൊ അതൊന്ന് നോക്കി ഒന്ന് സെർച്ച് ചെയ്യാം കേട്ടോ. ആടാ ആതിര അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി ടൈഫോയിഡ് എന്ന് പറയുന്ന അസുഖം സ്പ്രെഡ് ചെയ്യുന്നത് സൽമനോള ബാക്ടീരിയ വഴിയാണ്. സ്പെല്ലിങ് SLMONELLA, ബാക്ടീരിയ. പ്ലീസ് റിപ്പീറ്റ് മാം. ഓക്കേടാ. സാൽമണോള ബാക്ടീരിയ. ഓക്കെ, ആ സ്പെല്ലിംഗ് ഒന്ന് കറക്റ്റ് ആയിട്ട് നോക്കിയിട്ടൊന്നും എഴുതരുത് കേട്ടാ. നമുക്കൊന്നും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ടൈഫോയിഡ് എന്ന് പറയുന്ന അസുഖം സ്പ്രെഡ് ചെയ്യുന്നത് സാൽമണോള ബാക്ടീരിയ വഴിയാണ്. ഇത് സ്പ്രെഡ് ആകുന്നത് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടർ, ഡസ്റ്റ്, അതേപോലെ തന്നെ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡ് വഴിയായിരിക്കും ഇതെന്ത് ചെയ്യുന്ന ഒരു പേഷ്യന്റ് ശരീരത്തിൽ, ഒരു വ്യക്തിയുടെ ശരീരത്തിലേക്ക് അത് കയറുന്നത്. അങ്ങനെ വരുമ്പോൾ ഇത് സാധാരണയായി വയറുവേദന, മലബന്ധം, തലവേദന, നേരിയ ഛർദി എന്നിവയ്ക്ക് ശേഷമാണ് ഇന്നതാണ് അസുഖം എന്ന് നമ്മൾ ചില ആളുകളിൽ അറിയുന്നത്. ചില വ്യക്തികളിൽ മാത്രം, ഞാൻ പറഞ്ഞില്ലേ റോസ് കളറുള്ള സ്പോട്ട് കാണുമെന്ന് ആ ഒരു ഇമേജ് കാണിച്ചില്ല, ചില വ്യക്തികളിൽ മാത്രം ആ റോസ് കളറുള്ള സ്പോട്ടുകൾ കാണാറുണ്ട്. ഇനി ശരീരത്തിന്റെ വിവിധ അവയവങ്ങളെ ബാധിക്കും. ഇപ്പൊ ഈ അസുഖം വന്നു കഴിഞ്ഞാല് ബോഡിയുടെ ഡിഫറെന്റ് പാർട്സിനെ അതെന്ത് ചെയ്യും, അത് അഫക്ട് ചെയ്യാറുണ്ട്. പല പാർട്സിലേക്കും അത് അഫക്ട് ചെയ്യും. ഇന്റേണൽ ഓർഗൻസിനെ ഉദ്ദേശിക്കുന്നത് കണ്ടുവരുന്നുണ്ട്. ടൈഫോയിഡ് എന്ന് പറയുന്നത് ഒരു പകർച്ചവ്യാധി തന്നെയാണ്. ലോകവ്യാപകമായി കണ്ടുവരുന്ന ഒരു പകർച്ചവ്യാധിയാണ് എന്ത് ടൈഫോയിഡ് എന്ന് പറയുന്നത്. രോഗലക്ഷണങ്ങൾ നേരിയതിൽ നിന്ന് കഠിന തോതിലേക്ക് ആയിട്ട് മാറാം. ആദ്യം തുടങ്ങുമ്പോൾ അത്രയും രോഗലക്ഷണങ്ങൾ ഉണ്ടാവില്ല, പിന്നെ അതെന്ത് ചെയ്യും, കഠിനമായിട്ടായിരിക്കും മാറുന്നത്. ഓക്കെ,
പിന്നെ സാധാരണയായി എക്സ്പോഷർ കഴിഞ്ഞൊരു 6 മുതൽ ഞാൻ പറയില്ല 3 to 4 വീക്കിൽ ഈ അസുഖം എന്ത് ചെയ്യും മാറും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പലപ്പോഴും പല ദിവസങ്ങളിലും ഉയർന്ന പനികളായിരിക്കും, ഭയങ്കര ടെമ്പറേച്ചർ ആയിരിക്കും ഇതിൽ കണ്ടുവരുന്നത്. ഞാൻ പറഞ്ഞു 3 to 4 വീക്ക് വരെ ഭയങ്കരമായിട്ട് ഫീവർ ഉണ്ടാവും ആ വ്യക്തിക്ക്. ഓക്കെ, ഇനി നമുക്ക് ടെസ്റ്റിലേക്ക് നോക്കാം. ഓക്കെ, നോക്കുകയാണെങ്കിൽ ദിസ് ഡിസീസ് ഇസ് പ്രൊപഗേറ്റഡ് ത്രൂ വാട്ടർ, ഡസ്റ്റ് എക്സെട്ര. ഫ്ലൈസ് ഓൾസോ ഹെൽപ്സ് ഇൻ സ്പ്രെഡ് ഓഫ് ഡിസീസ്. ഈ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടർ, ഡസ്റ്റ് ഒക്കെ വഴിയാണ്, ഫുഡൊക്കെ വഴിയാണ് ഈ ഒരു അസുഖം സ്പ്രെഡ് ചെയ്യുന്നത്. ഫ്ലൈസ് എന്ന് പറയുന്നത് കണ്ടാമിനേറ്റഡ് ആവാനായിട്ട്, ഫുഡിനെ കണ്ടാമിനേറ്റ് അല്ലെങ്കിൽ മലിനപ്പെടുത്താനായിട്ട് കാരണമാകുന്നു എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. ഹെഡ് ഏക്ക്, ബോഡി പെയിൻ, ബ്ലീഡിങ് എക്സെട്ര ആർ ദ സിംറ്റംസ്. നല്ല ശരീരവേദന ഉണ്ടാവും, നല്ല തലവേദന ഉണ്ടാവും. ബ്ലീഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ ഭയങ്കര ഇതായിരിക്കും, ഭയങ്കര കോൺസ്റ്റിപ്പേഷൻ ആയിരിക്കും. അങ്ങനെ ബ്ലീഡിങ് സംഭവിക്കാൻ ആയിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇതിൽ ഇനി വരുന്നതാണ് ഫീവർ, വോമിറ്റിംഗ് ഒക്കെ ഇതിൽ സിംറ്റംസ് ആണ്. സംടൈം ദ മോഷൻ വിൽ ബി ലൂസ്. ചില കേസുകളിൽ ഇപ്പൊ ചില കേസുകളിൽ എങ്ങനെയായിരിക്കും, മോഷൻ ഭയങ്കര ലൂസ് ആയിരിക്കും. ദാറ്റ് മേ ബി വോമിറ്റിംഗ് ഓൾസോ. ചില കേസുകളിൽ വോമിറ്റിംഗ് ഉണ്ടാവും. ഗ്രാജുവലി ലിപ്സ് ആൻഡ് ടങ് വിൽ ബി ഡ്രൈ. നമ്മുടെ ചുണ്ടും അതേപോലെ തന്നെ നാക്കൊക്കെ ഭയങ്കരമായിട്ട് ഒട്ടും വെള്ളമില്ലാത്ത പോലെ അവസ്ഥയിലേക്ക് പോകും. ഇറ്റ് റിമെയിൻസ് ഫോർ എ ഫ്യൂ ഡേയ്സ്. കുറച്ച് ദിവസത്തേക്ക് ഇത് ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ എത്രയായിരുന്നു, 3 to 4 വീക്സ് വരെ ഈ ഡിസീസ്, ഈ സിംറ്റംസ് കണ്ടിന്യൂ ചെയ്യും. ദിസ് ഡിസീസ് ലാസ്റ്റ് ഫോർ 3 to 4 വീക്സ്. ഒരു 3 മുതൽ 4 ആഴ്ച വരെ ഈ സിംറ്റംസ് ഉണ്ടാകാറുണ്ട്. ഓക്കെ, ഇത് ഹ്യൂമൻ ടു ഹ്യൂമൻ സ്പ്രെഡ് ആവും, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ആകും. പിന്നെ പേഷ്യൻസിന്റെ എക്സ്ക്രീറ്റ് ഉണ്ടല്ലോ, നമ്മൾ ഒരു ഈ അസുഖമുള്ള ഒരാൾ യൂസ് ചെയ്ത ടോയ്ലറ്റ് എന്ത് ചെയ്യാണ്ട്, ക്ലീൻ ഒന്നും ചെയ്യാണ്ട് എന്ന് വെച്ചാല് ഡിസ്ഇൻഫെക്റ്റഡ് ആക്കാണ്ട് മറ്റൊരാൾ യൂസ് ചെയ്യുകയാണെങ്കിൽ എന്താണ്, അയാൾക്കും ഈ ഒരു അസുഖം വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, സെയിം ടോയ്ലറ്റ് യൂസ് ചെയ്യുക, അങ്ങനെയൊക്കെ ആവുമ്പോൾ ഈ ഒരു അസുഖം സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അത് ശ്രദ്ധിക്കണം. ഇനി നമ്മൾ കേട്ടിട്ടുള്ള അസുഖമാണ്, പേര് മാത്രം കേട്ടിട്ടുണ്ടാവില്ല എന്നുള്ളൂ. എന്താണ്, മീസിൽസ് അല്ലെ? 5ാം പനി. 5ാം പനി അല്ലെ? ഓക്കെ, ഇംഗ്ലീഷിലെ പേര് നമ്മൾ അധികം കേട്ടിട്ടുണ്ടാവില്ല, പക്ഷെ നമ്മൾ 5ാം പനി എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലെ? അപ്പൊ അതിന്റെ ഒരു സിംറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈഫോയിഡിന്റെ സിംറ്റം ആയിട്ട് ഭയങ്കരമായിട്ട് എന്താണ് കോമൺ ആണ്. ആർക്കെങ്കിലും 5ാം പനി വന്നിട്ടുണ്ടോ? എനിക്ക് വന്നിട്ടുണ്ട് മാം. എനിക്ക് വന്നിട്ടുണ്ട്. വന്നിരിക്കുന്നത് ചെറുപ്പത്തിലാണോ? ചെറുപ്പത്തിലാ വന്നിട്ടുണ്ട്. ഞാൻ സെക്കൻഡിൽ പഠിക്കുമ്പോഴാണ്, 2nd ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. ഓർമ്മയുണ്ടാവില്ല. +2 പഠിക്കുമ്പോ ആർക്കാ വന്നേ? എനിക്കാണ്. അപ്പൊ ഓർമ്മയുണ്ടാവില്ലേ സിംറ്റംസ് ഒക്കെ? ഉണ്ട്. എന്തൊക്കെയായിരുന്നു സിംറ്റംസ്? മേല് മൊത്തം ഇങ്ങനെ തടിച്ച് ചെറിയ കുരുകുരാന്നിങ്ങനെ ഇതായിരുന്നു. ഭയങ്കര ചൂട്, ഉറക്കമില്ലായ്മ, ഭയങ്കര വല്ലാത്തൊരവസ്ഥയായിരുന്നു. ഓക്കെ, അപ്പൊ മീസിൽസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ മലയാളത്തില് 5ാം പനി എന്ന് പറയും. അപ്പോ അത് റെഡ് കളറിലെ സ്പോട്ട് മെയിൻ ആയിട്ടുള്ളൊരു സിംറ്റം ആണ്. ബോഡി മൊത്തം എന്തുണ്ടാവും, റെഡ് കളറിലെ കുഞ്ഞി എന്തുണ്ടാവും, സ്പോട്ട് ഉണ്ടാവും. ഇത് കുട്ടികളിലാണ് കൂടുതലായിട്ട് വന്ന് കണ്ടിട്ടുള്ളത് കേട്ടോ. എന്നാണ് കുട്ടികളിലാണ് ഈ അസുഖം കൂടുതലായിട്ട് വന്ന് കാണുന്നത്. അപ്പോ മെയിൻ ആയിട്ട് 6 മുതൽ ഒരു 3 വയസ്സ് വരെയുള്ള കുട്ടികളിലാണ് ഈ ഒരു അസുഖം വരുന്നത്. 6 മാസം മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികളിലാണ് ഈ ഒരു അസുഖം വരുന്നതെങ്കിൽ കോംപ്ലിക്കേഷൻസ് കൂടുതലായിരിക്കും. റസിയ മോൾ പ്രഗ്നന്റ് ആയിരിക്കുമ്പോഴാണോ വന്നത്? ആ സമയത്ത് ഭാവിക്ക് വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല? ഇല്ല, കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. ഭാഗ്യമാണല്ലോ. കാരണം മീസിൽസ് എന്ന് പറഞ്ഞ അസുഖം പ്രഗ്നന്റ് ആയിരുന്ന വുമൻസിന് വന്നാല് കുട്ടികൾക്ക് എന്താ പറയാ, ഡിഫക്റ്റുകൾ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ കേട്ടിട്ടുണ്ട്.
അബോർഷൻ ആയി പോവാൻ ചാൻസ് അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. കുഴപ്പമില്ല. ഓക്കെ, എനിക്ക് 9th മന്തിലാണ് വന്നത്. 9th മന്തില്. 9th മന്തില്. ഓക്കെ. അപ്പൊ ഡോക്ടർ എന്ത് പറഞ്ഞു? കുഴപ്പമുണ്ടല്ലോ? ഇല്ല, ഒരാഴ്ച അഡ്മിറ്റ് ആയിരുന്നു. ദേഹം ഫുൾ ചുവപ്പ്, കുരുക്കൾ, ചൊറിച്ചിലെല്ലാം ഉണ്ടായിരുന്നു. മാറി. ഓക്കേടാ. അപ്പോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് 5ാം മന്തിനെ കുറിച്ചിട്ടാണ്. റെഡ് കളറിലുള്ള സ്പോട്ടുകൾ ഉണ്ടാവും. പിന്നെ ഇത് മീസിൽസ് എന്ന് പറയുന്ന വൈറസ് തന്നെയാണ് സ്പ്രെഡ് ചെയ്യുന്നത്. ഫീവർ ഉണ്ടാകും. പിന്നെ എന്താണ്, ഫേസിലൊക്കെ റെഡ് സ്പോട്ടുകൾ, വോമിറ്റിംഗ് ഒക്കെ സാധാരണ കണ്ടുവരുന്ന സിംറ്റംസ് ആണ്. ഈ ഒരു അസുഖം കുട്ടികളിലാണ് വരുന്നെങ്കിൽ, തീരെ ചെറിയ കുട്ടികളിലാണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു 6 months to 3 years വരെയുള്ള കുട്ടികളാണ് വരുന്നതെങ്കിൽ മേ ബി ഡിസബിലിറ്റീസ് സംഭവിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. എന്താണ് ഡിസബിലിറ്റീസ്? വൈകല്യങ്ങൾ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓർ അവർക്ക് ഇമ്മ്യൂണിറ്റി കുറവാണെന്ന് നമുക്കറിയാം. മരണം വരെ സംഭവിക്കാനുള്ള ചാൻസ് ഉള്ള ഒരു അസുഖമാണ് എന്ത്? മീസിൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ കുട്ടികളെ ശ്രദ്ധിക്കണം. നോക്കുമ്പോൾ അവര് ഈ ഒരു ടൈമില് എന്താ പറയാ, ശരിക്കും വേനൽക്കാലത്തൊക്കെയാണ് ഈ ഒരു അസുഖം കൂടുതലായിട്ട് പെട്ടെന്ന് സ്പ്രെഡ് ആകുന്നത് കേട്ടിട്ടുണ്ട്. അപ്പൊ ഒരു ഇങ്ങനെ റെഡ് സ്പോട്ടും അതേപോലെ തന്നെ പനിയൊക്കെ ഉണ്ടെങ്കിൽ നേരത്തെ നമ്മൾ എന്ത് ചെയ്യാം? ട്രീറ്റ്മെന്റ് എടുക്കുകയാണ് വേണ്ടത്. ഓക്കെ. മീസിൽസിന്റെ അതേ ലക്ഷണം തന്നെ ഏകദേശം ഈ റോസ് സ്പോട്ടുകൾ ഏകദേശം എന്തുണ്ട്? തക്കാളിപ്പനി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പനി, അതൊക്കെ ഏകദേശം സെയിം സിംറ്റംസ് ആണ്. നമ്മൾ ഡോക്ടറിനോട് കാര്യങ്ങൾ ലക്ഷണങ്ങൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം കേട്ടോ. ദെൻ ഇത് ഒരു വൈറസ് ആണ്. മീസിൽസ് എന്ന് പറയുന്ന വൈറസ് തന്നെയാണ് കോസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. നമുക്ക് നമ്മുടെ ടെസ്റ്റിൽ എഴുതിയിരിക്കുന്ന വായിക്കാം. ഇറ്റ് ഈസ് കോമൺ ഡിസീസ് എമംഗ് സ്കൂൾ ചിൽഡ്രൻസ് ആൻഡ് ഇറ്റ് ഈസ് കോസ്ഡ് ബൈ എ വൈറസ്. ഇത് കോമൺ ആണ് കുട്ടികളുടെ ഈ ഒരു അസുഖം എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ്. ഇൻ ദ ബിഗിനിങ് ദർ വാസ് എ കോൾഡ്. ശരിക്കും തുടക്കത്തില് ഒരു കോൾഡ് ഒക്കെ ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? തുടങ്ങുന്നത്. പിന്നെ അതെന്ത് ചെയ്യും? കഫ്, പിന്നെ ഫീവർ. ആഫ്റ്റർ ഫ്യൂ ഡേയ്സ് റെഡ് സ്പോട്ട് അപ്പിയർ. അപ്പൊ നമ്മൾ ആദ്യം സാധാരണ നോർമൽ ഫീവർ ആണെന്നൊക്കെ വിചാരിച്ചിരിക്കും. പിന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത് എന്താണത്? ഫീവർ ഇതാണ്, 5ാം പനിയാണ്. റെഡ് സ്പോട്ടും കൂടി പറഞ്ഞാൽ നമുക്കത് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ. ഇതിന് ഇമ്മ്യൂണൈസേഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എടുക്കേണ്ട ഒരു സ്റ്റെപ്പ്. മീസിൽസ് എന്ന് പറയുന്ന അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് എന്ത്? എന്താണ്? ഇമ്മ്യൂണൈസേഷൻ. അശ്വതി ടീച്ചർ യൂണിറ്റ് 7 എടുത്തോ? ഇല്ല. നമ്മൾ യൂണിറ്റ് 7 ഡീറ്റെയിൽഡ് ആയിട്ട് ഈ വാക്സിനേഷനെ കുറിച്ചിട്ടൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോ നിങ്ങൾക്ക് അറിയാൻ പറ്റിയിരിക്കും മീസിൽസിനെതിരെ എടുക്കുന്ന വാക്സിൻ ഏതാണ്? കുട്ടികളൊക്കെ ഉള്ള അമ്മമാർക്ക് അറിയാൻ പറ്റും. MMR എടുക്കും. പിന്നെ അതിന് മുമ്പ് ഒരു വാക്സിനെ കൂടി എടുക്കാം 9 months. MR അല്ലെ? MR എന്ന് പറഞ്ഞാല് മീസിൽസ് റുബെല്ല. അത് 9 months കുട്ടികൾക്ക് എടുക്കുന്നത്. MMR എന്ന് പറഞ്ഞാല് മംസ്, മീസിൽസ്, റുബെല്ല. ഈ 3 അസുഖങ്ങൾക്ക് കൂടി വേണ്ട ഒരു വാക്സിൻ 1.5 വയസ്സിലാണോ? 1.5 വയസ്സിനുള്ളിൽ എടുക്കണം അല്ലെ? അങ്ങനെയല്ലേ പറയാം? MMR എപ്പോഴാണ് ടൈം? 1.5 വയസ്സിൽ. 1.5 വയസ്സിനുള്ളിൽ എടുക്കണം. 15 മാസം മുതൽ 18 മാസത്തിനുള്ളിൽ MMR എടുക്കണം. MR 9 months എടുക്കണം. നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ആ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യും. ജസ്റ്റ് ഈ ഒരു അസുഖം വരാതിരിക്കാൻ നമുക്ക് നോക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? വാക്സിൻ എടുക്കുക എന്നാണ്. അതേപോലെ നമ്മുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും മീസിൽസ് 5ാം പനി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. നമ്മുടെ കുട്ടികള് ഇന്ന ഏജിലുള്ള കുട്ടിയാണ്, അത് വാക്സിൻ എടുത്തിട്ടില്ല. ഇപ്പൊ 9 മാസം കഴിഞ്ഞവരാണെങ്കിൽ വാക്സിൻ എടുത്തിട്ടുണ്ടാവും. അവർക്ക് അസുഖം വന്നാലും അവരുടെ ബോഡി ഓൾറെഡി എന്തുണ്ട്? അതിന് ഫൈറ്റ് ചെയ്യാൻ വേണ്ട ഇമ്മ്യൂണിറ്റി ഉണ്ട്. 9 മാസവും അതേപോലെ 18 മാസവും കഴിഞ്ഞ കുട്ടികളാണ്. അതിക്ക് മുമ്പാണ് ഈ ഒരു അസുഖം നമ്മൾ എടുത്തിട്ടില്ല, വാക്സിൻ എടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് ഡോക്ടറിനോടോ ഹെൽത്തിലോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇന്ന വാക്സിൻ ഞങ്ങൾ എടുത്തിട്ടില്ല, ഞങ്ങളുടെ ഫാമിലി ഒരാൾക്ക് ഇതിന്റെ അസുഖം വന്നിട്ടുണ്ട്, ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം? വാക്സിൻ അവർ എന്ത് ചെയ്യും? റെഫർ ചെയ്യുമ്പോൾ എടുത്തോളാൻ പറയും. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു അസുഖം വന്നാലും അത്രയും സൈഡ് എഫക്ട് കുറവായിരിക്കും. ഓക്കെ.
ഓക്കെ, അപ്പൊ മീസിൽസ് ആണ് പറഞ്ഞത്. ലാസ്റ്റ് പറഞ്ഞത് എന്താണ്? മീസിൽസ് ആണ്. ദെൻ കോളറ കേട്ടിട്ടുണ്ടല്ലോ അല്ലെ? എല്ലാവരും കേട്ടിട്ടുള്ള ഒരു അസുഖമാണ് എന്ത്? കോളറ എന്ന് പറയുന്നത്. കോളറ എന്ന് പറയുന്ന അസുഖം സ്പ്രെഡ് ചെയ്യുന്നത് നമുക്ക് വേറെ ഒന്നിന്റെയും പേര്, വേറെ ഒരു ബാക്ടീരിയയുടെ ഒരു വൈറസിന്റെ പേര് നമുക്ക് എന്തിൽ തന്നിട്ടില്ല, പോർഷനിൽ തന്നിട്ടില്ല. നമ്മൾ എക്സ്ട്രാ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എഴുതുന്നത്. പക്ഷെ കോളറയുടെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിബ്രിയോ കോളറ എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഏത് ബാക്ടീരിയ ആണ് കോളറ സ്പ്രെഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇമ്പോർട്ടന്റ് ആയിട്ട് അത് ചോദിക്കും, ഏത് ബാക്ടീരിയ ആണ് കോളറ എന്ന് പറയുന്ന അസുഖം എന്ത് ചെയ്യുന്നത്? സ്പ്രെഡ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ കോളറ എന്ന് പറഞ്ഞ ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ, പ്രോപ്പർ ആയിട്ട് ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാറാം. അത്ര വലിയ കോംപ്ലിക്കേഷൻ ഉള്ള അസുഖമൊന്നും അല്ല എന്ത് കോളറ എന്ന് പറഞ്ഞത്. പക്ഷേ ഇവിടെ പ്രശ്നമുള്ള എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ സിംറ്റം ആണ് ശരിക്കും പ്രശ്നം വരുന്നത്. സിംറ്റം നിങ്ങൾ നോക്കിയേ, ഭയങ്കര വോമിറ്റിംഗ് ആയിരിക്കും, ലൂസ് മോഷൻ ആയിരിക്കും. അപ്പോ ഈ ഒരു സിംറ്റം വരാണെങ്കിൽ കുട്ടികളിൽ കോളറ വന്ന് ഭയങ്കരമായിട്ട് ലൂസ് മോഷൻ ഓർ ഡിസെൻട്രി ഓർ വോമിറ്റിംഗ് ഒക്കെ വരാണെങ്കിൽ ബോഡിയിലെ ഡീഹൈഡ്രേഷൻ സംഭവിക്കും. അങ്ങനെ അതൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അസുഖമായിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ ബോഡിയിൽ എന്താണ് വാട്ടറിന്റെ എമൗണ്ട് കുറഞ്ഞ്, അല്ലെങ്കിൽ എന്താ പറയാ, നിർജ്ജീകരണം, ഡീഹൈഡ്രേഷൻ, കേട്ടോ, ഡീഹൈഡ്രേഷൻ സംഭവിക്കുകയും എന്താ പറയാ, നമ്മുടെ ബോഡിയിൽ നിന്ന് 10 മുതൽ 20 ലിറ്ററോളം വെള്ളം നഷ്ടമാകുന്ന ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. സോ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അത് കുറച്ച് റിസ്കി ആവാനുള്ള ചാൻസ് ഉണ്ട്. നമ്മളത് നേരത്തെ ഐഡന്റിഫൈ ചെയ്യുകയും അതിന് വേണ്ട ട്രീറ്റ്മെന്റ് എടുക്കുകയാണ് വേണ്ടത്. സോ ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ കുട്ടികൾക്ക് കൊടുക്കാൻ പാടുള്ളൂ. ഓക്കെ, എല്ലാ വീടുകളിലും അങ്ങനെയാണ്. നമ്മൾ തിളപ്പിച്ചാറ്റിയ വെള്ളം എന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ തിള വന്ന് അപ്പൊ തന്നെ ഓഫ് ചെയ്യോ? തിളച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഓഫ് ചെയ്യോ? എങ്ങനെയാ? 2-3 മിനിറ്റ് തിളപ്പിക്കും വെള്ളം. നന്നായിട്ട് വെട്ടി തിളപ്പിച്ച വെള്ളം, ഒരു 5 മിനിറ്റ് എങ്കിലും നന്നായിട്ട് വെട്ടി തിളച്ച വെള്ളമായിരിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓഫ് ചെയ്യാനായിട്ട്, കേട്ടോ. കാരണം ചില ആൾക്കാര് തിള വരുമ്പോഴേക്കും അത് ഓഫ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ അത് മതി എന്നുള്ളൊരു രീതിയാണ്. പക്ഷെ നന്നായിട്ട് തിളപ്പിച്ച വെള്ളമായിരിക്കണം. എന്നിട്ട് ഇതാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ഇങ്ങനത്തെ അസുഖങ്ങളൊന്നും വരില്ല. പിന്നെ ഒരു കോമൺ സിംറ്റംസ് പറയുകയാണെങ്കിൽ ലൂസ് മോഷൻ, ഫീവർ, പിന്നെ അങ്ങനെ കുറച്ച് അസുഖങ്ങളാണ് വരുന്നത്. പിന്നെ വാക്സിൻസ് അവൈലബിൾ ആണ്. കോളറ പോലുള്ള അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ട് വാക്സിൻസ് അവൈലബിൾ ആണ്. ഓക്കെ, നമുക്ക് നോക്കാം. This is another epidemic which is caused by microbes named the Vibrio cholera. It affects the small intestine. നമ്മൾ small intestine ആദ്യം affect ചെയ്യുന്നത്. It spread through food, vegetables, drinking water, etc. അപ്പോൾ ഇത് ഫുഡിലൂടെയും വെജിറ്റബിൾസിലൂടെയും ഡ്രിങ്കിങ് വാട്ടറിലൂടെയും ഒക്കെയാണ് ഇത് സ്പ്രെഡ് ആകുന്നത്. സിവിയർ വോമിറ്റിംഗ് ആൻഡ് ലൂസ് മോഷൻ ഫോളോഡ് ബൈ തേഴ്സ്റ്റ് ആർ കോമൺ സിംറ്റംസ്. ഭയങ്കര വോമിറ്റിംഗ് ആയിരിക്കും, ലൂസ് മോഷൻ ഉണ്ടാകും, പിന്നെ നമുക്ക് ഭയങ്കര ദാഹമൊക്കെ ആയിരിക്കും. പക്ഷെ അത് വെള്ളം കുടിക്കാനായിട്ട് തോന്നില്ല, കാരണം എന്താണ്? വോമിറ്റ് ചെയ്ത് പോകും. അതേപോലെ തന്നെ ഭയങ്കര ലൂസ് മോഷൻ ഒക്കെ ആയിരിക്കും. സോ ഇങ്ങനെ സിംറ്റംസ് കൂടി വരുമ്പോ ഈ ഒരു അസുഖത്തിന് ട്രീറ്റ്മെന്റ് നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ ട്രീറ്റ്മെന്റ് അവൈലബിൾ ആയിട്ടുള്ള അസുഖമാണ്. പക്ഷേ ഇതിന്റെ കോംപ്ലക്സിറ്റി എങ്ങനെ കൂടുന്നു ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഒരു അസുഖം നമുക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡീഹൈഡ്രേഷൻ സംഭവിക്കും. അപ്പൊ എത്രയും പെട്ടെന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിച്ചില്ലെങ്കിൽ ആ പേഷ്യന്റ് മരണം വരെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മൾ ശ്രദ്ധിക്കും. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത 3 ഡിസീസിനെ കുറിച്ചിട്ടാണ്: ടൈഫോയിഡ്, മീസിൽസ്, കോളറ. ഒന്ന് റീഡ് ചെയ്തേ. Typhoid. This disease propagates through water, dust, etc. Fires also help in spread of diseases. Headache, body pain, bleeding, etc. are the symptoms. Sometimes the motions will be loose and there may be vomiting also. Gradually, the lips and tongue will become dry. It remains for a few days. This disease lasts for 3 or 4 weeks.
ഒന്നും കേൾക്കുന്നില്ലല്ലോ മാം. എടാ നിങ്ങളോട് റീഡ് ചെയ്ത് നോക്കാനാ പറഞ്ഞത്. പിന്നെ ആ കുട്ടി റീഡ് ചെയ്യാൻ ഇതപ്പോ ഞാൻ പറയാനിതാ, ഒന്ന് വായിച്ചു നോക്കട്ടാ. 3 അസുഖങ്ങളെ കുറിച്ചിട്ട് നന്നായിട്ടൊന്ന് റീഡ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, നമ്മളിനി കോഴ്സ് ഒക്കെ കഴിഞ്ഞ് ടീച്ചേഴ്സ് ആയിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കുട്ടികൾക്ക്, നമ്മുടെ ക്ലാസ്സിലെ കുട്ടികൾക്ക് ഇങ്ങനത്തെ അസുഖം ഉണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റെപ്സ് എടുക്കണം അല്ലെ? അപ്പോൾ എന്താണ് അസുഖങ്ങൾ, അതേപോലെ തന്നെ കുട്ടികൾ കണ്ടുവരുന്ന കോമൺ ആയിട്ട് കണ്ടുവരുന്ന അസുഖങ്ങളെ കുറിച്ചിട്ട്, അതുകൊണ്ടാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയത്. സോ ഈ സിംറ്റംസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനും അവർക്ക് വേണ്ട കെയറും ട്രീറ്റ്മെന്റ്. ഇപ്പൊ നമ്മൾ സാധാരണ എന്താ പറയാ, ഒരു കുട്ടിക്ക് തൊണ്ടവേദനയാണെന്ന് പറയാണ്. സോ തൊണ്ടയിൽ ഒരു വൈറ്റ് കളറിലൊരു, നമ്മുടെ തോട്ടിൽ ഒരു ചെറിയ വൈറ്റ് കളറിലൊരു പാട പോലെ കാണുകയാണെങ്കിൽ അതെന്താ അസുഖമാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ അറിയാൻ നിങ്ങൾക്ക്? ഡിഫ്തീരിയ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ അറിയാം. അങ്ങനെ ഒരു അസുഖം വരാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പൊ ഒരു കുട്ടി ഭയങ്കരമായിട്ട് ചുമക്കുകയാണ്, ക്ലാസ്സിൽ ഭയങ്കരമായിട്ട് എന്ത് ചെയ്യാ, ചുമക്കുകയാണ്, ഒട്ടും പറ്റുന്നില്ല, ശ്വാസം എടുക്കാൻ തന്നെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണെന്ന് തോന്നുകയാണെങ്കിൽ അതെന്താ അസുഖമാണ്? ഓക്കെ, അങ്ങനെ നമ്മൾ അസുഖം മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ കുട്ടീനെ എന്ത് ചെയ്യണം? നമ്മൾ ആ ക്ലാസ്സിൽ നിന്ന് മാറ്റി ഐസൊലേറ്റ് ചെയ്യാൻ തന്നെയാണ്. മറ്റു കുട്ടികൾക്ക് അസുഖം വരാതിരിക്കണം നോക്കണം. നമ്മൾക്ക് രണ്ടുപേരും എന്താണ്, അസുഖമുള്ള കുട്ടിയും ഇമ്പോർട്ടന്റ് ആണ്, അതേപോലെ തന്നെ നമ്മുടെ ക്ലാസ്സിലെ മറ്റു കുട്ടികളും ഇൻഫെക്റ്റഡ് ആവാത്ത കുട്ടികളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവർക്ക് ഇൻഫെക്ഷൻ വരാതിരിക്കാനും നമ്മൾ കെയർ കൊടുക്കണം. സോ നമ്മൾ ആ കുട്ടീനെ എന്ത് ചെയ്യണം? ഐസൊലേറ്റ് ചെയ്യുകയും അവരുടെ പാരന്റ്സിനോട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും, പിന്നെ കുട്ടി ഭയങ്കരമായിട്ട് കഫ് ചെയ്യുന്നുണ്ട്, എത്രയും പെട്ടെന്ന് വരെയും ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോവുകയും വേണം. ഇനി നിങ്ങൾക്ക് വരാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ ഞങ്ങൾ ഇവിടുത്തെ സ്കൂളിൽ നിന്ന് തന്നെ കൊണ്ടുപോവാം എന്ന് പറയാം. ഇന്നൊരു അസുഖമാണ് എന്നൊരു സംശയമുണ്ട് എന്നും കൂടി പറയാം. അതുകൊണ്ട് നമുക്ക് ഇതിന്റെ സിംറ്റംസ് കണ്ടത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ അസുഖങ്ങളെ കുറിച്ചിട്ട് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എന്ത് ചെയ്തത്? സ്റ്റഡി ചെയ്തത്. ഓക്കെ, the above said disease are common among young children. അപ്പൊ നമ്മൾ മുകളിൽ പറഞ്ഞ ഈ 10 അസുഖങ്ങളാണ് കുട്ടികളിൽ, യങ് ചിൽഡ്രൻസിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്നത്. ഇനിയും ഒരുപാടുണ്ട്, ഒരു ആക്ടിവിറ്റി തന്നെ നിങ്ങൾക്ക് അപ്പൊ മനസ്സിലാകും. ഓക്കെ, കോമൺ among young children. So it is the duty of teacher to see that all the students in school are healthy and free from the disease. അപ്പോൾ നമ്മളുടെ ഉത്തരവാദിത്തമാണ്, നമ്മുടെ ഓരോ ടീച്ചേഴ്സിന്റെയും ഉത്തരവാദിത്തമാണ് നമ്മുടെ ക്ലാസ്സിലുള്ള സ്കൂളിലുള്ള എല്ലാ കുട്ടികളും നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കണം. അതേപോലെ അവർക്ക് വേറെ അസുഖങ്ങളൊന്നും വരുന്നില്ല, അല്ലെങ്കിൽ അവരെല്ലാവരും അസുഖങ്ങളൊന്നും ഇല്ലാണ്ട് നല്ല ഹെൽത്തി ആണെന്ന് ഉറപ്പുവരുത്തുന്ന ഉത്തരവാദിത്തം ആർക്കാണ്? നമുക്കാണ്. ഇഫ് ഷീ ഫൈൻഡ് എനി സ്റ്റുഡന്റ് ഡിസ്ട്രസ് ഫ്രം എനി ഡിസീസ്, നമ്മളത് കണ്ടുപിടിച്ചു, ഒരു കുട്ടിക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഐസൊലേറ്റ് ദം ഫ്രം അതർ പ്രിക്യൂഷണറി മെഷേഴ്സ് ടു പ്രിവെന്റ് സ്പ്രെഡിങ് ഓഫ് ദ ഡിസീസ്. ആ കുട്ടീനെ നമ്മൾ എന്ത് ചെയ്യണം? ഐസൊലേറ്റ് ചെയ്യണം. ഈ ഒരു അസുഖം സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, അതാണ് നമ്മുടെ ടീച്ചേഴ്സിന്റെ ഡ്യൂട്ടീസ്. നിങ്ങള് ഒരു ഈ ഇടയ്ക്ക് കോമൺ ആയിട്ട് വേറെ ഏതെങ്കിലും ചൈൽഡ്ഹുഡ് ഡിസീസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? കോമൺ ആയിട്ട് എപ്പോഴും ന്യൂസിലുണ്ടാവും. മനസ്സിലായില്ല മാം. എടാ, ഇപ്പൊ കോമൺ ആയിട്ടൊരു അസുഖം എപ്പോഴും നമ്മൾ ന്യൂസിൽ കാണാറുണ്ട്. ഞാൻ ഇംഗ്ലീഷിൽ അതിന്റെ പേര് വേണമെങ്കിൽ പറയാം, മെൻസൈറ്റിസ്. മസ്തിഷ്ക ജ്വരം. അതന്നെ, മെൻസൈറ്റിസ്. അപ്പോ ഇതും ഇപ്പൊ കുട്ടികളിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു അസുഖമല്ലേ?
അതുകൊണ്ട് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം അല്ലെ, അറിയണം. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം നമ്മള് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് നിങ്ങളുടെ 3 പേർക്ക് സെമിനാർ എടുക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. മെൻജൈറ്റിസിനെ കുറിച്ചിട്ട്. അത് വൈറൽ മെൻജൈറ്റിസ് ഉണ്ട്, ബാക്ടീരിയൽ ഉണ്ട്, ഫംഗൽ ഉണ്ട്. നിങ്ങൾ കൂടുതലായിട്ടൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ മെൻജൈറ്റിസിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ അത് നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റും. 3 പേർക്ക് പ്രസന്റ് ചെയ്യാനായിട്ട് പറ്റും നെക്സ്റ്റ് ക്ലാസ്സിൽ. ആരൊക്കെയാണ് റെഡി ആവണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലൊന്ന് പേര് പറയുകയാണെങ്കിൽ ഞാൻ നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ ഓക്കെ, ഞാൻ തന്നെ അസൈൻ ചെയ്യണോ? മെൻജൈറ്റിസ് എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, നല്ല ഒരു ഓക്കെ. ആരാണ്? സ്നേഹ. 1 മിനിറ്റ്. മാം ഞാൻ രശ്മി, എനിക്ക് എടുക്കാൻ പറ്റും മാം. ഓക്കെ രശ്മി, 1 മിനിറ്റ്. സ്നേഹ, രശ്മി, അസീന. ഞാൻ നോട്ട് ചെയ്തേട്ടാ. സ്നേഹ, രശ്മി, ഹസീന. മതി. ഓക്കെ. അപ്പൊ മെൻജൈറ്റിസിനെ കുറിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? സെമിനാർ പോലെ തന്നെയാണ് കേട്ടോ. സെമിനാറിന്റെ മാർക്കാണ് ഈ ഒരു ടോപ്പിക് കവർ ചെയ്യുമ്പോ എൻ്റർ ആവുന്നത് കേട്ടോ. നമുക്ക് സെമിനാർ എടുക്കണം, അതിന് മാർക്കൊക്കെ ഉണ്ട്. സോ നമ്മൾ MT30 ഫസ്റ്റ് സെമിനാർ സ്നേഹ, രശ്മി, അസീന. മലയാളത്തിലാണോ? നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ലാംഗ്വേജ്. ചില കുട്ടികൾ ഇംഗ്ലീഷിൽ അത് റീഡ് ചെയ്തിട്ട് രണ്ടാമത് മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. ചിലർ ഫുൾ ഇംഗ്ലീഷ് ആയിരിക്കും, ചില കുട്ടികൾ മലയാളത്തിലായിരിക്കും. നിങ്ങൾക്ക് ഏതാണോ ലാംഗ്വേജ് കംഫർട്ടബിൾ ആ ഒരു ലാംഗ്വേജിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ നല്ലത്. സൗമ്യ എന്താടാ എനിക്ക് പറഞ്ഞ മനസ്സിലായില്ല? 3 പേർക്കായിട്ടാണ് കൊടുക്കണം, എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല ഇത്. നിങ്ങൾ പ്രിപ്പയർ ചെയ്തോ. 3 പേര് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യണമെന്നാണ്. എടാതെ അവർ പ്രിപ്പയർ ചെയ്തിട്ട് പ്രസന്റ് ചെയ്യുമല്ലോ, ആ സമയത്ത് നമുക്ക് സെമിനാർ റിപ്പോർട്ട് എഴുതാം. പക്ഷെ ഇപ്പോ നമ്മളുടെ ടെസ്റ്റിൽ തന്നെ കുറച്ച് സ്പേസ് കിടക്കുന്നുണ്ട് ഇല്ലേ? ലാസ്റ്റ് ഈ ഒരു ടോപ്പിക് കഴിഞ്ഞിട്ട് കുറച്ച് സ്പേസ് ഉണ്ട് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക്. അപ്പൊ ആ ഒരു സ്പേസിൽ നിങ്ങൾ ഈ മെൻജൈറ്റിസിനെ കുറിച്ചിട്ട് അവരെന്താണോ പറയുന്നത് അതെന്ത് ചെയ്യാം, നോട്ട് ചെയ്ത് വെക്കാം. ഇനി കൂടുതലായിട്ട് എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞാൻ ആഡ് ചെയ്യും. അപ്പൊ അതും കൂടി അവർ നന്നായിട്ട് പ്രസന്റ് ചെയ്യും, എന്നാലും കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും ആഡ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ഇനി ഓരോ ചാപ്റ്റർ വരുമ്പോ സെമിനാറുകൾ കൂടി വരും, എല്ലാ ടീച്ചേഴ്സും തരും. അപ്പൊ എന്റെ 3 പേരും കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ചാൻസ് വരുമ്പോ അടുത്ത കുട്ടികളായിരിക്കും അവിടെ പറയാനായിട്ട്. എന്താണ് നെക്സ്റ്റ് ക്ലാസ്സിലാ പ്രസന്റ് ചെയ്യണ്ടേ? നെക്സ്റ്റ് ക്ലാസ് കേട്ടോ. ഓക്കെ ഓക്കെ. സെയിം ഡേ തന്നെ ആയിരിക്കുമോ മാം? സെയിം ഡേ തന്നെ 3 പേർക്കും പ്രസന്റ് ചെയ്യാം. തന്നെ ആയിരിക്കുമോ? മനസ്സിലായില്ല. ക്ലാസ് ടൈമിൽ തന്നെയാണ്. നെക്സ്റ്റ് ഡേ ആണോന്നൊരു ചെറിയ ഡൗട്ട് ഉണ്ട്. അന്നേ എന്തൊരു പ്രശ്നം വരുന്നുണ്ട്, പണിമുടക്കോ അങ്ങനെ ഉണ്ടോ നോക്കട്ടെ കേട്ടോ. നിങ്ങൾ എല്ലാവരും നെക്സ്റ്റ് വീക്കിലേക്ക് പ്രിപ്പയർ ചെയ്ത് വരാം കേട്ടോ. 3 പേര് സ്നേഹ, രശ്മി, അസ്ന 3 പേരും എന്ത് ചെയ്യാം, നെക്സ്റ്റ് വീക്കിലേക്ക് ഈ ഞാൻ പറഞ്ഞ മെൻജൈറ്റിസിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ പ്രസന്റ് ചെയ്യണം. കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ആഡ് ഓൺ ആക്കാത്ത രീതിയിൽ നല്ല അടിപൊളിയായിട്ട് എന്ത് ചെയ്യണം, ആ ഡിസീസിനെ കുറിച്ച് A to Z സെർച്ച് ചെയ്ത് കൂടുതൽ കാര്യങ്ങളൊക്കെ പ്രസന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, നമ്മൾ ആ ഒരു ടോപ്പിക്കോട് കൂടി മെൻജൈറ്റിസിനോട് കൂടി നമ്മളുടെ ഈ ഒരു കോമൺ ചൈൽഡ് ഡിസീസ് എന്ന് പറയുന്ന ചാപ്റ്റർ എന്ത് ചെയ്യാണ്, മൈൻഡ് അപ്പ് ചെയ്യാണ്. ഇനി മോക്ക് ടെസ്റ്റ് ഉണ്ട്. നിങ്ങൾ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അറ്റൻഡ് ചെയ്തിട്ടില്ല. ഓക്കെ, ഞാൻ കാര്യം ചെയ്യാം. കുറച്ച് ക്വസ്റ്റ്യൻസ് മോക്ക് ടെസ്റ്റിൽ വരുന്ന ടൈപ്പ് പറഞ്ഞു തരട്ടെ. ആൻസർ ചെയ്ത് നോക്കിയാൽ മതി.
ജസ്റ്റ് ഒന്ന് ആൻസർ ചെയ്ത് നോക്കിയാൽ മതി. ജസ്റ്റ് ഒന്ന് ചാപ്റ്റർ ഒന്ന് റീഡ് ചെയ്യും. ഞാൻ അപ്പോഴേക്കും എന്റെ ബുക്ക് ഒന്ന് എടുത്തുകൊണ്ട് വരാം. ഓക്കെ. ഓക്കെ, കേക്കാവോ? കേൾക്കാമോ? ഓർഡർ ചെയ്യാത്തയാണോടാ ദേവി? ഓക്കെ, കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി. ഇവിടെ നിന്ന് ഓർഡർ ചെയ്യണമെന്ന് തോന്നുന്നുണ്ട്. ഓർഡർ ചെയ്താൽ മതി, കിട്ടും കേട്ടോ. ഓക്കെ, മോക്ക് ടെസ്റ്റ് നിങ്ങൾ ഇത്രയും നാൾ ലെക്ചർ നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടില്ലേ? സോ അതിന്റെ ബേസിൽ എന്ത് ചെയ്താൽ മതി, അറ്റൻഡ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, നോക്കാം. Why do children suffer from various disease? Why do children suffer from various disease? എന്തുകൊണ്ടാണ് കുട്ടികൾ എപ്പോഴും അസുഖങ്ങൾ സഫർ ചെയ്യുന്നത്? Absence of immunity. ഒന്നും കൂടി പറയോ ക്വസ്റ്റ്യൻ? എഴുതിയെടുക്കാനാണ്. എഴുതിയെടുക്കാനാണ്. അല്ല, നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് കിട്ടുമല്ലോ. ജസ്റ്റ് ഒന്ന് ആൻസർ ചെയ്ത് പോയാൽ മതി കേട്ടോ. കേട്ടോ, മോക്ക് ടെസ്റ്റിന്റെ വരുമ്പോ നിങ്ങൾക്ക് അത് എഴുതിയെടുക്കാനുള്ള ടൈം ഉണ്ടാവും. ഓക്കെ, വൈ ഡു പറഞ്ഞല്ലോ, വൈ ഡു ചിൽഡ്രൻ സഫർ ഫ്രം വേരിയസ് ഡിസീസ്? എന്തുകൊണ്ടാണ് കുട്ടികളിൽ കൂടുതലായിട്ട് അസുഖങ്ങൾ വരുന്നത്? lack of immunity. സറൗണ്ടിങ്സ് ആയിട്ട് കുട്ടികളാണ് കൂടുതൽ ഇടപഴകുന്നത്, എൻവയോൺമെന്റുമായിട്ട്. അതാണ് ആബ്സെൻസ് ഓഫ് ഇമ്മ്യൂണിറ്റി ആണ്. വാട്ട് ആർ ദ ടു മെയിൻ ടൈപ്സ് ഓഫ് ഡിസീസ്? വാട്ട് ആർ ദ ടു മെയിൻ ടൈപ്സ് ഓഫ് ഡിസീസ്? Contagious and infection. പകരുന്നവയും പകരാത്തവയും. Contagious disease spread. How do contagious disease spread? One person to another person. Okay. Which insect is the major carrier of infection in food? Which insect? Housefly. Okay. What is the main medium for spreading disease like cold and tuberculosis? Medium. air. Okay, then malaria is spread through dash mosquitoes. അതാണ് malaria is spread through Female Anopheles mosquito. Okay. Polio is caused by dash, a virus, bacteria, parasite. Virus. Children get medium. Okay. What happened? Okay. But what happened when a patient coughs and sneezes? What happened when a patient coughs and sneezes? Options വേണമെങ്കിൽ പറയാം.
air get purified, germs spread in the air, germs die immediately, nothing happens. Option B. Spread in the air. Which of the four are going? What is the possible result of polio? What is the possible result of polio? ഞാൻ പറയാം. Fever and rashes, weakness and permanent paralysis, Weakness and permanent paralysis. weakness and permanent paralysis. Okay. Oh, Then sorry. the common symptom of whooping cough. Common symptom of whooping cough: rashes, continuous cough and vomiting, high fever, skin irritation. Non-stop cough. Continuous cough. Option B. നോക്കണ്ട ഓപ്ഷനിലുള്ളത് ആൻസർ കറക്റ്റ് ആയിട്ട് ക്ലിക്ക് ചെയ്യാൻ നോക്കാം. What organ mainly affected by jaundice? What organ is mainly affected by jaundice? Liver. What color do the eyes turn in jaundice? What Yellow. Yellow color. typhoid can be spread through mosquito bite, physical injuries, contaminated water, none of them. Contaminated water. Contaminated water. How long does typhoid usually last? 3 to 4 weeks. 3 to 4 weeks. 3 to 4 weeks. To 4 weeks. You know where? Okay. Next എന്താണ്? The bacteria that cause dash grow in cow dung and horse dung. The bacteria that cause dash disease grow in Tetanus. cow dung. Tetanus. Okay. Dash germs are enter the body through injuries. Dash germs are enter the body through injuries. Tetanus. Dash disease will bring the patient become very weak due to loss of water from the body. Dash disease will bring Dysentery. Dysentery. Cholera. Cholera. കോളറയും ക്ലിക്ക് വരും. രണ്ടും വരും. ഡിസെൻട്രി വരും. കോളറയിലും ഇതേ സിംറ്റംസ് വരുന്നുണ്ട് കേട്ടോ. ഇനി cholera is caused by dash bacteria. Cholera is caused by Vibrio cholerae. Cholera. dash disease will affect throat, windpipe and trachea. Dash disease will affect the throat, windpipe and trachea. Diphtheria. Diphtheria. Indifference in muscles is the primary symptom of dash disease. Indifference in muscles is the primary symptom of dash disease. അപ്പൊ നമ്മള് കുറച്ച് ക്വസ്റ്റ്യൻസ് ചുമ്മാ നോക്കിയതാണ്. മോക്ക് ടെസ്റ്റ് നോക്കാം. മോക്ക് ടെസ്റ്റിന് എനിക്ക് തോന്നുന്നു 20 ക്വസ്റ്റ്യൻസ് അടുപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് തന്നെ നന്നായിട്ടൊന്ന് റെഫർ ചെയ്യാം. എന്നിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ചാപ്റ്റർ കവർ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഓപ്ഷൻസ് കാണോ? ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. നമ്മൾ ടൈപ്പ് ഒന്നും ചെയ്യേണ്ട. ഓപ്ഷൻസ് ഉണ്ട്. കറക്റ്റ് ഓപ്ഷൻസ് നോക്കി എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ലൂസ് മോഷൻ ആൻഡ് എന്താ പറയാ ഡീഹൈഡ്രേഷൻ സിംറ്റം ഓഫ് ഡാഷ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോളറ ഉണ്ട്, ഡിസെൻട്രി ഉണ്ട്, ബോത്ത് എ ആൻഡ് ബി ഉണ്ട്. ദെൻ നൺ ഓഫ് ദ എബോവ് ആണെങ്കിൽ നമ്മൾ ഏത് ക്ലിക്ക് ചെയ്യും? ക്ലിക്ക് ചെയ്യണം. ഓക്കെ. നമ്മൾ ശ്രദ്ധിച്ച് വേണം അത് ചെയ്യാനായിട്ട്. അങ്ങനെ നോക്കിയിട്ട് കേട്ടോ.
ഓക്കെ, അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസ് ആണ്. ഇനി നമ്മൾ മൂവ് ഓൺ ആകുന്ന ചാപ്റ്ററിന്റെ പേര് ഫസ്റ്റ് എയ്ഡ് എന്നാണ്. എന്താണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്? ഫസ്റ്റ് എയ്ഡ് ആണ്. ഓക്കെ, നമുക്കറിയാലേ ആക്സിഡൻസ് സംഭവിക്കാം. നോർമലി ആണ് ഒരു ആക്സിഡന്റ് സംഭവിക്കാന്നുള്ളത്. പക്ഷേ നമ്മൾ ആ ഇമ്മീഡിയറ്റ് ആക്സിഡന്റ് സംഭവിക്കുന്നത് തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കേണ്ട ട്രീറ്റ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് അല്ലേ? ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കുന്ന ട്രീറ്റ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. സോ ആക്ച്വൽ മെഡിക്കൽ എയ്ഡ് എത്തുന്നതിന് മുമ്പ് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കേണ്ട ട്രീറ്റ്മെന്റിനെയാണ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. ഒരു ആക്സിഡന്റ് സംഭവിച്ചു, ആ ഫസ്റ്റ് അവർ ഉണ്ടല്ലോ, ഫസ്റ്റ് അവേഴ്സ്, അതാണ് ഗോൾഡൻ അവേഴ്സ് എന്ന് പറയും. നമ്മള് ഹോസ്പിറ്റൽ ഫീൽഡിലൊക്കെ അങ്ങനെ പറയും ഗോൾഡൻ അവേഴ്സ്. കാരണം ആ പേഷ്യന്റിന് എത്രയും പെട്ടെന്നാണോ നമ്മൾ ആ ഹോസ്പിറ്റലിലേക്ക് അല്ലെങ്കിൽ ആ ട്രീറ്റ്മെന്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് ട്രീറ്റ്മെന്റ് കിട്ടുന്നത്, ആ ഒരു അവറാണ് ഏറ്റവും നിർണായകം എന്ന് പറയുന്നത്. പേഷ്യന്റ് എത്രയും പെട്ടെന്ന് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ പറ്റുകയാണെങ്കിൽ ആ പേഷ്യന്റ് ജീവൻ വരെ എന്ത് ചെയ്യാൻ പറ്റും? നിലനിർത്താനായിട്ട് നമുക്ക് പറ്റും. അല്ല ഈ ഗോൾഡൻ അവേഴ്സ് കഴിഞ്ഞിട്ടാണ് പേഷ്യന്റിനെയും കൊണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ആ ജീവൻ രക്ഷപ്പെടുത്താനായിട്ട് പറ്റില്ല. സോ നമ്മള് ഫസ്റ്റ് ഇപ്പൊ നമ്മൾ ഡോക്ടറൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും 10 മിനിറ്റ് മുമ്പ് കൊണ്ടുവരാണെങ്കിൽ നമുക്ക് ജീവൻ രക്ഷപ്പെടുത്താനായിട്ട് പറ്റുമായിരുന്നു. ഓക്കെ, അങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോ ആ ഗോൾഡൻ അവേഴ്സിൽ തന്നെ ഇൻജേർഡ് പേഴ്സണ് എന്ത് ചെയ്യണം? നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള മെഡിക്കൽ എയ്ഡ് കൊടുക്കണം. ഓർ എന്ത് കൊടുക്കണം? ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കണം. ആ ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കേണ്ട ട്രീറ്റ്മെന്റ് ആണ് എന്ത്? ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. എന്താണ്? CPR CPR ഞാൻ പറഞ്ഞോ CPR-നെ കുറിച്ചിട്ട്? ഇല്ല. ഓക്കെ, പേടിക്കണ്ട, CPR ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ കൊടുക്കേണ്ട ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് ഫസ്റ്റ് എയ്ഡ്. ഇപ്പൊ ഒരാള് ബോധക്ഷയം സംഭവിച്ചു എന്ന് വെച്ചാൽ ജസ്റ്റ് ഹാർട്ട് ഒരു നെഞ്ചുവേദന, ഈ ഒരു ഷോൾഡർ വേദനയും നെഞ്ചുവേദനയും കൂടെയാണ്, നെഞ്ചുവേദനയാണെന്ന് പറഞ്ഞ് പെട്ടെന്ന് ബോധക്ഷയം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് കൊടുക്കും? ഹസീന പറഞ്ഞ പോലെ എന്ത് കൊടുക്കും? CPR കൊടുക്കും. ഓക്കെ, നമ്മൾ ഈ ഒരു ചാപ്റ്ററിന്റെ ടോപ്പിക്കിൽ വരുന്നുണ്ട് CPR-നെ കുറിച്ചിട്ട് സെമിനാർ ഒക്കെ കേട്ടോ. അപ്പൊ അതവിടെ നിൽക്കട്ടെ. ഓക്കെ, ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ട ട്രീറ്റ്മെന്റ് ആണ് ഫസ്റ്റ് എയ്ഡ്. സോ നമ്മളൊരു സ്കൂളാണ്, നമ്മൾ വർക്ക് ചെയ്യുന്ന സ്കൂളിൽ എപ്പോൾ വേണമെങ്കിലും ആക്സിഡന്റ് സംഭവിക്കാം. ചിലപ്പോൾ ചെറിയ ആക്സിഡന്റ് ആയിരിക്കും, ചെറിയ മുറിവായിരിക്കും. ചിലപ്പോൾ നമ്മൾ അസംബ്ലിയിലൊക്കെ നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ ബോധക്ഷയം സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ആക്സിഡന്റ് സംഭവിക്കാം. നമ്മൾ എവിടെയാണെങ്കിലും ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ആക്സിഡന്റ് സംഭവിക്കാം. നോക്കാം. ഇറ്റ് ഈസ് നാച്ചുറൽ ടു ഹാവ് ആൻ ആക്സിഡന്റ് ഇൻ സ്കൂൾ. നാച്ചുറൽ ആണ് സ്കൂളുകളിൽ ആക്സിഡന്റ് സംഭവിക്കുക എന്നുള്ളത്. എന്താണ്? നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ്. ഇറ്റ് ഈസ് റിക്വയർഡ് ദാറ്റ് ബിഫോർ ആക്ച്വൽ മെഡിക്കൽ എയ്ഡ് ക്യാൻ ബി പ്രസ്യൂഡ് സംതിങ് ഹാവ് ടു ബി ഡൺ ടു ഇൻജേർഡ് പേഴ്സൺ. ഇൻജേർഡ്, നമ്മളിപ്പോ ആക്ച്വൽ മെഡിക്കൽ എയ്ഡ് എത്തുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആ ഇൻജേർഡ് ആയിട്ടുള്ള പേഴ്സണിന് എന്തെങ്കിലും ആ ഒരു ഇൻജുറിയുടെ വാക്സിൻ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ദിസ് കൈൻഡ് ഓഫ് ട്രീറ്റ്മെന്റ് ഇസ് കോൾഡ് ഫസ്റ്റ് എയ്ഡ്. അങ്ങനെ കൊടുക്കുന്ന ട്രീറ്റ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ. ദെൻ ഫസ്റ്റ് എയ്ഡ് ഈസ് നോട്ട് എ പ്രോപ്പർ ട്രീറ്റ്മെന്റ്. ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് ഒരു പ്രോപ്പർ ട്രീറ്റ്മെന്റ് ആണ് അല്ല കേട്ടോ. ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് ആണ്. ഇഫ് ഇറ്റ് ഈസ് എ റിലീഫ് ഗിവൻ ടു ദ പേഷ്യന്റ് ബിഫോർ പ്രോപ്പർ ട്രീറ്റ്മെന്റ് ബൈ ദ ഡോക്ടർ ഈസ് മെയ്ഡ് അവൈലബിൾ. ഡോക്ടറിന്റെ അടുത്ത് നിന്ന് പ്രോപ്പർ ആയിട്ട് ട്രീറ്റ്മെന്റ് കിട്ടുന്നതിന് മുമ്പായിട്ട് നമ്മൾ കൊടുക്കേണ്ട ഒരു ട്രീറ്റ്മെന്റ് ആണ്, ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് ആണ് ഇത് ഫസ്റ്റ് എയ്ഡ്. ഫസ്റ്റ് എയ്ഡ് ഇസ് ഡിഫൈൻഡ് ആസ് ദ ട്രീറ്റ്മെന്റ് ദാറ്റ് ഗിവൺ ഓൺ ദി സ്പോട്ട്. ആ ഒരു ആക്സിഡന്റ് സംഭവിച്ച സമയത്ത് ആ സ്ഥലത്ത് വെച്ച് കൊടുക്കേണ്ട ട്രീറ്റ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. ബിഫോർ ദ ആക്ച്വൽ മെഡിക്കൽ എയ്ഡ് ഈസ് റീച്ച്ഡ്. നമ്മുടെ ആക്ച്വൽ മെഡിക്കൽ എയ്ഡ് കിട്ടുന്നതിന് മുമ്പ് നമ്മൾ കൊടുക്കേണ്ട ട്രീറ്റ്മെന്റ് ആണ് എന്ത്? ഫസ്റ്റ് എയ്ഡ്. ഓക്കെ, ജസ്റ്റ് ഞാൻ ആ ചാപ്റ്റർ ഒന്ന് തുടങ്ങി വെച്ചോളൂ. എന്താണ് ഫസ്റ്റ് എയ്ഡ്? ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കേണ്ട ഒരു ട്രീറ്റ്മെന്റിനെയാണ് ആ ഒരു ആക്സിഡന്റ് വ്യക്തി ഇൻജേർഡ് ആയിട്ടുള്ള പേഴ്സണ് ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കേണ്ട ട്രീറ്റ്മെന്റ് ആണ് എന്ത്? ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞാല്. ഫസ്റ്റ് എയ്ഡ് ഒരിക്കലും പ്രോപ്പർ ട്രീറ്റ്മെന്റ് അല്ല. ഡോക്ടർ എത്തുന്നേക്കാളും മുമ്പ്, പ്രോപ്പർ ട്രീറ്റ്മെന്റ് കിട്ടുന്നേക്കാളും മുമ്പ് നമ്മൾ ആ ഒരു ഇൻജുറിയുടെ ഒരു ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് ഫസ്റ്റ് എയ്ഡ്. സോ ട്രീറ്റ്മെന്റ് ഗിവൺ അറ്റ് ദ സ്പോട്ട്, എവിടെയാണോ ആക്സിഡന്റ് സംഭവിച്ചത് ആ ഒരു സ്പോട്ടിൽ തന്നെ ആയിരിക്കും നമ്മൾ എന്ത് കൊടുക്കുന്നത്? ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നത്. ഓക്കെ, ഓക്കെ.
അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ സെമിനാർ, നമുക്ക് ഫസ്റ്റ് ഇയർ ചാപ്റ്റർ ബാലൻസ് ഉള്ള പോർഷൻസ് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, മോക്ക് ടെസ്റ്റ് എന്നാണ് മാം? മോക്ക് ടെസ്റ്റ് നാളത്തേക്ക് കിട്ടോടാം, അല്ലെങ്കിൽ ഇന്ന് ഞാൻ കൊടുക്കും, നാളെ ഒരു ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യൂ കേട്ടോ. ഗ്രൂപ്പിൽ ഷെയർ അതെങ്ങനെ മാം മോക്ക് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യണേ? അത് ഒരു ലിങ്ക് ആണ്. ആ ലിങ്കിൽ നിങ്ങൾ കയറുമ്പോൾ നിങ്ങളൊരു ഗൂഗിൾ ഫോമിലേക്ക് പോകും, അതിൽ ആൻസർ ചെയ്യുന്നു, സബ്മിറ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് തന്നെ ആൻസർ ചെക്ക് ചെയ്യാൻ പറ്റും. അല്ല ആൻസർ എന്നല്ല, നിങ്ങളുടെ മാർക്ക് സ്കോർ ഒക്കെ ചെക്ക് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ടൈം ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ എന്നോട് ചോദിക്കണം കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദിക്കണം കേട്ടോ. ഗൂഗിൾ ക്ലാസ് റൂമിലല്ലേ മാം? ഗൂഗിൾ ക്ലാസ് റൂമിലല്ലേ വരുന്നത്? പിന്നെ ചാപ്റ്ററിന്റെ ലിങ്കും ചാപ്റ്റർ വരും, ആ ലിങ്കും വരും കേട്ടോ. ചാപ്റ്ററിന്റെ പേരും വരും, ലിങ്കും വരും. ഓക്കെ, ലിങ്കിൽ കയറി ക്ലിക്ക് ചെയ്താൽ എന്താണ്? ലിങ്കിൽ കയറുമ്പോൾ നിങ്ങളൊരു ഗൂഗിൾ ഫോമിലേക്ക് പോകുന്നത്, അതാണ് എന്ത് ചെയ്യേണ്ടത്, ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, അതേപോലെ തന്നെയായിരിക്കും നമ്മുടെ മെയിൻ എക്സാമും വരുന്നത് കേട്ടോ. നിങ്ങളൊന്ന് ചെയ്തൊക്കെ ശീലിക്കാം. നമ്മുടെ ക്ലാസ് റൂമിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ക്ലാസ്സിൽ കയറാൻ വേണ്ടിയിട്ട് നിങ്ങൾ ക്ലാസ് റൂമിൽ നിന്നാണ് ലിങ്ക് എടുക്കുന്നത്, അതേപോലെ തന്നെ. ഞാൻ ക്ലാസ്സിൽ കയറാൻ വേണ്ടിട്ട് ഞാൻ ഗൂഗിൾ മീറ്റിലാണ് മാം എടുക്കുന്നത്. ഗൂഗിൾ മീറ്റിൽ തന്നെ വരും കേട്ടോ. ഫസ്റ്റ് ലിങ്ക് നിങ്ങൾ എക്സാം കഴിയുമ്പോൾ മോക്ക് കഴിയുമ്പോൾ വരും. ജസ്റ്റ് നിങ്ങളത് ഒന്ന് ആൻസിപ്പേറ്റ് ചെയ്തോ. ഓരോ ചാപ്റ്റേഴ്സും ഓരോ ടീച്ചേഴ്സും എടുത്തു കഴിയുമ്പോൾ മോക്ക് ടെസ്റ്റ് കൊടുക്കുന്നതായിരിക്കും. അത് ടെസ്റ്റ് എന്താണെന്നൊന്നും നേരത്തെ പറയില്ല. നിങ്ങളുടെ ടൈം അനുസരിച്ച്, കൺവീനിയൻസ് അനുസരിച്ച് നിങ്ങൾക്ക് അത് ആൻസർ ചെയ്യാവുന്നതാണ്. ടൈം ഒന്നുമില്ല ഏതിന്, നമ്മൾ മോക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് ടൈം ലിമിറ്റ് ഒന്നുമില്ല. നിങ്ങൾക്ക് ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞ് കോൺഫിഡന്റ് ആവുമ്പോൾ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാം, ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. ടെസ്റ്റ് എന്നാലും നേരത്തെ ഒന്നും പറയില്ല, കാരണം ആദ്യത്തെ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻസ് ഇടണമെന്ന് പോലും പറഞ്ഞത്. അല്ലെങ്കിൽ ഞാൻ പറയുമൊന്നുമില്ല. ജസ്റ്റ് എന്റെ ചാപ്റ്റർ ഇപ്പൊ ഫസ്റ്റ് ഇയറിന്റെ ചാപ്റ്റർ കഴിയുമ്പോൾ ഫസ്റ്റ് ഇയറിന്റെ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി അവിടെ നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിലേക്ക് വരും. നിങ്ങൾ അത് ആൻസർ ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെ ആയിരിക്കും കേട്ടോ. ഓക്കെ, സൈൻ ഔട്ട് ആരാ പറയുന്നേ? ആരാ സൈൻ ഔട്ട് പറയുന്നേ? സോറി, ഞാനാണ് മാം. പറഞ്ഞോട്ടാ. Good morning, everyone. I am Mrudula. I would say signing out for today's class. In this class, we learn about extra 3 childhood diseases like typhoid, measles, cholera, and also sum up the chapter. Also, we can learn more about information about these 10 childhood diseases. I would thank Aparna ma'am for the wonderful class, and to my batchmates, thank you for your active participation throughout the class, and thank you ma'am. Thank you all. Thank you, ma'am. Thank you, ma'am. Thank you.